പാരൻറ്റിങ്ങിലാണെങ്കിൽ സ്കൂൾ ഇവൻറ്റ്സ് അല്ലെങ്കിൽ സ്കൂളിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. സ്കൂളിൽ ആഴ്ചക്കാഴ്ചക്ക് ഓരോ പരിപാടി ഉണ്ടാവും അല്ലേ? അതൊക്കെ അതിൻ്റെതായ രീതിയിൽ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്ത് മുൻപിൽ നിൽക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല. ഇന്ന് പഠിപ്പിച്ചാൽ നാളെ പഠിപ്പിക്കാൻ പറ്റില്ല, മറ്റന്നാളെ പഠിപ്പിച്ചാൽ അതിൻ്റെ അടുത്ത ദിവസം ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. എല്ലാം പ്രയാസമായിരിക്കും. പിന്നെ കുട്ടികളുടെ കാര്യത്തിലൊക്കെ എപ്പോഴും ഞാൻ അത്ര പോരാ, ഞാനൊന്നും നോക്കുന്നില്ല എന്നുള്ള ചിന്ത ഒരിക്കലും നിർത്താൻ പറ്റില്ല. എപ്പോഴും ഓവർവെൽമിംഗ് ആയിട്ടാണ് തോന്നുക, ഒന്നും മാനേജ് ചെയ്തിട്ട് എത്താൻ പറ്റില്ല. പിന്നെ കുട്ടികളോടൊക്കെ ഇംപേഷ്യൻ്റ് ആയിരിക്കും, ക്ഷമ കാണിക്കാൻ കഴിയില്ല. കാരണം ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു കൃത്യവും ഇല്ലാതെ അങ്ങനെ ഇങ്ങനെ അടിമറിഞ്ഞ് കിടക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളോട് ക്ഷമ കാണിക്കാൻ കഴിയുക അല്ലേ? മനസ്സെപ്പോഴും നിറഞ്ഞിട്ടാണ് ഉണ്ടാവുക. ചെയ്യാനുള്ള ലോഡിൻ്റെ അതിൻ്റെ വലിപ്പം കൂടിക്കൂടി വരും, എന്നാൽ ചെയ്ത് തീരുന്നുണ്ടാവില്ല. എല്ലാം ഡെഡ് ലൈന് കഴിഞ്ഞിട്ടുണ്ടാവും, അതിലേക്ക് ഓടിയെത്താൻ പറ്റുന്നുണ്ടാവില്ല. ടീച്ചേഴ്സിൻ്റെ വഴക്ക്, അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരുടെ പലതരത്തിലുള്ള സംസാരങ്ങൾ, ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടി പൊട്ടിത്തെറിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു ഓപ്ഷൻ കാണാൻ കഴിയില്ല. ഞാനിതിൽ വോയിസ് വീണ്ടും കുറച്ച് ക്ലിപ്സ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. നിങ്ങൾക്ക് ADHD ആണോ എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് സംസാരിച്ച് ഡയഗ്നോസ് ചെയ്യുക കേട്ടോ.